ഹലോ. എം പത്മകുമാർ സംവിധാനം ചെയ്ത ഉയർ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടാകും. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള സിനിമ റിവ്യൂസും അനാലിസിസും എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് ചെയ്യുന്നത്. സോ വെൽക്കം ടു മല്ലൂസ് വ്യൂ. സിനിമകൾ നമ്മൾ സ്വാധീനിക്കുമോ? ചില സിനിമകളിലെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്, നമ്മുടെ മനസ്സിന് വിഷമങ്ങളും ഉണ്ടാക്കാറുണ്ട്. അത് ആ സിനിമയുടെ സംസാരിക്കുന്ന ആ വിഷയം പോലെ. ഇപ്പോൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് മുഴുവനായിട്ട് ഈ സിനിമയിൽ വരുന്നില്ല, പക്ഷേ ആ ഒരു വിഷയവും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മുടെ മനസ്സിന് ഒരു വിങ്ങലും ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരുപാട് ഹീറോയിക്കായിട്ടൊന്നും ഇതിൽ വരുന്നില്ല. റോഷൻ്റെ ക്യാരക്ടർ ഒരു പ്രൊബേഷണറി എസ്ഐ, കൂട്ടാളികളുമായി ചേർന്ന് ഒരു കേസ് അന്വേഷിക്കുന്നു, അതിനൊരു തുമ്പുണ്ടാക്കുന്നു. സാധാരണ രീതിയിലുള്ള ഒരു അന്വേഷണം, ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടൊന്നുമില്ല, അതിനൊരു തുമ്പുണ്ടാക്കുന്നു. പക്ഷേ ഈ സിനിമ ചെന്ന അവസാനം എത്തി നിൽക്കുന്ന ആ ഒരവസ്ഥ, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നതാണ്. ഈ അന്വേഷണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി കൂടെ, അല്ലെങ്കിൽ ഇവർക്ക് ഇതിനെതിരായിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ എടുത്തുകൂടെ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആദ്യോടെ ചിന്തിക്കുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതിൽ റോഷൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അജീബ് എന്നാണ്. പുള്ളിക്ക് ഭാര്യയുണ്ട്, വീട്ടിൽ ഉപ്പയുണ്ട്. ഉപ്പ സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റോഷനെ കാണിക്കുമ്പോൾ റോഷൻ ഇങ്ങനെ മനസ്സിലൊരു ട്രോമ അനുഭവിച്ച് നടക്കുന്ന ആളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റോഷൻ്റെ ചെറുപ്രായമാണ്. ഒരു 10 വയസ്സുള്ള സമയത്ത് ചെറിയ പെങ്ങൾ, ആ ഒരു 5-6 വയസ്സുള്ള പെൺകുട്ടിയും ഉമ്മയും ഉപ്പയായിട്ട് പോകുമ്പോൾ ഈ കുട്ടിയെ ട്രെയിനിൽ വെച്ച് കാണാതാവുന്നിടത്താണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്. ഇപ്പോഴും അതിൻ്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന റോഷനോട് ഭാര്യ പറയുന്ന ഒരു വാക്കുണ്ട്, അവളെവിടെയെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവും, നമുക്ക് സമാധാനിക്കാം. പക്ഷേ ആ ഒരു സമാധാനം തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സിനിമയുടെ എൻഡിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാണാതാവുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, എവിടെ ചെന്ന് പെടുന്നു എന്ന് നമുക്കൊരു ഏകദേശം രൂപം തരുന്ന, ചില കുട്ടികളെങ്കിലും നല്ല രീതിയിലായിട്ടുണ്ടാവാൻ നമുക്ക് സമാധാനിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സിനിമയുടെ അവസാനം കാണുന്നത്. എന്നിട്ട് അതിനെതിരെ ഇവരെന്തെങ്കിലും ചെയ്തില്ലല്ലോ, എന്തെങ്കിലും ചെയ്തുകൂടെ, അങ്ങനെ നമ്മളെ വിഷമത്തോടു കൂടി നമുക്ക് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയാണ് ഉയിര്. ഇതിൽ ശോഭ എന്ന് പറയുന്ന ഒരു നാടോടിശ്രീ മരിക്കുന്നതും അതിനെ തുടർന്നുള്ള അന്വേഷണവും അത് കണ്ടെത്തുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ശോഭയ്ക്ക് 2 മക്കളാണ്. ഭർത്താവ് കുടിയനായതുകൊണ്ട് കൂടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആൾ വലിയ സ്നേഹവും ഇതൊക്കെ കാണിക്കുമ്പോൾ ശോഭ വലയിൽ വീണു പോണേന്. അങ്ങനെ സ്വാഭാവികമാണല്ലോ. ഒരു ദിവസം ഭർത്താവ് കണ്ടെത്തിയപ്പോൾ പിന്നെ ചെയ്യാവുന്ന എന്താ, സാധാരണ ഭർത്താവാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്തത്. ഈ ഭർത്താവിനെ കള്ളു കൊടുത്ത് ഭർത്താവിനെ ഇയാൾ കൊന്ന് ആ ശവം കത്തിക്കാൻ വേണ്ടി ശോഭയും കൂട്ടുനിൽക്കും. അവസാനം ഭർത്താവ് പോയി കഴിയുമ്പോഴാണ് ശോഭയ്ക്ക് ഭർത്താവിൻ്റെ വില മനസ്സിലാവുന്നത്. സ്വാഭാവികം അവൾക്ക് ഇൻസെക്യൂരിറ്റി ആയി. പിന്നെ ഇയാളുമായിട്ടായി വഴക്ക്. അങ്ങനെ വഴക്കായപ്പോൾ അയാൾക്ക് ഭർത്താവിനെ കൊല്ലാന്നുണ്ടെങ്കിൽ ഇവളെയും കൊല്ലാലോ, അവളെയും കൊന്ന്. അയാൾ കാര്യം കഴിഞ്ഞപ്പോൾ അയാൾ അവളെയും കൊന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നതായി. അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്. എങ്ങനെ ആയാലും അയാൾക്ക് അത് തന്നെയാണ് വലുത്. അയാൾ എന്ത് ചെയ്ത് ആ കുട്ടികളെ ട്രെയിനിൽ ഉപേക്ഷിക്കും. അതാണ് നമുക്ക് ഈ സിനിമയിൽ കാണുന്നത്. പിന്നെ ആ കുട്ടികളെ ഇങ്ങനെ ഒരു ട്രോമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് റോഷൻ്റെ ക്യാരക്ടർ ആ കുട്ടികളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അവസാനം അന്വേഷണത്തിൻ്റെ അവസാനം അവർ ചെന്നെത്തുന്നത് ബോംബെ ധാരാവിയിലാണ്. അവിടെ നമ്മൾ കാണുന്നത് എന്താ, ഒരു മുറിയിൽ ഒരു 10-25 കുട്ടികളെ അടച്ച് പൂട്ടിയിട്ട് ആ കുട്ടികളുടെ ദാരുണമായ അവസ്ഥയാണ് നമ്മൾ ഈ സിനിമയുടെ അവസാനം കാണുന്നത്. ഒരു മനസാക്ഷിയില്ലാത്ത, മനസ്സിൽ യാതൊരു കരുണയില്ലാത്ത കുറേ ആളുകളുടെ കയ്യിൽ ഒരു കുട്ടികൾ ചെന്ന് പെടുന്നത്. അവിടുന്ന് അവർ എങ്ങോട്ടൊക്കെ ആ കുട്ടികളെ കൊണ്ടുപോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ആദിയാണ് വരുന്നത്. ഈ സിനിമ അവസാനിക്കുന്നത് അങ്ങനെയാണ്. റോഷനെ 2 കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, പക്ഷേ ബാക്കി കുട്ടികളുടെ അവസ്ഥ അതെന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സമാധാനവും പോണത്. ആ കുട്ടികളെ വെറുതെ ഇങ്ങനെ ഒരു നിലത്ത് ഇങ്ങനെ വെറുതെ കിടത്തിയിരിക്കണ, എന്തൊക്കെയോ അവറ്റുകൾക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുന്നത്. കുറേ ക്രൂരന്മാരായ ആൾക്കാരുടെ കയ്യിലാണ് ഇത്രയും കുഞ്ഞു കുട്ടികൾ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തീകോരി ഇട്ടുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ കുറച്ച് സന്തോഷകരമായി കണ്ട ഒരു കാര്യം, റോഷനും ഭാര്യയും തമ്മിലുള്ള ആ ലൈഫ് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും പരസ്പര ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവർ പരസ്പരം അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആ കരുതലും ഇതൊക്കെ അത് വളരെ രസമായിട്ട് തോന്നി. പിന്നെ ഇതിൽ കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവുമായിട്ടാണ് ബൈജു സന്തോഷും ക്യാരക്ടറും ഭാര്യയും വന്നിരിക്കുന്നത്. റോഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ തൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബൈജു സന്തോഷും വിനീത് തട്ടിലും അവരും നല്ല രസമായിട്ടുണ്ട്. പിന്നെ റോഷൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള ആ കുട്ടി അതും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വില്ലനായിട്ടുള്ള ആൾ ഒരു തമിഴ് നടനാണെന്ന് തോന്നുന്നത്. അയാളും കൊള്ളാം, നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു തവണയൊക്കെ നമുക്കൊരു മുഷിപ്പില്ലാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണ് ഉയിര്. പക്ഷേ
അത് നൽകുന്ന ആ ഒരു മനസ്സിന് നൽകുന്ന ആ ഒരു വിങ്ങൽ, അതൊരു പക്ഷേ നമുക്ക് ദിവസങ്ങളോളം തന്നെ അല്ലെങ്കിൽ ഓർക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്ന ഒരു ഓർമ്മയായിരിക്കും. പിന്നെ ഇതിൽ ശ്രുതി മേനോനാണ് ശോഭയായിട്ട് വന്നിരിക്കുന്നത്. അവർ തൻ്റെ റോള് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാവങ്ങളും ഇതുമെല്ലാം അവർ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.